കാസർഗോഡ് മാവുങ്കാലിൽ ദേശീയപാതയോരത്ത് വെള്ളക്കെട്ട് രൂക്ഷം. ദേശീയപാത നിർമ്മാണവും ഡ്രെയിനേജ് ഇല്ലാത്തതുമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പ്രദേശത്ത് BJP പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം. അർച്ചന രവീന്ദ്രൻ, ഇപ്പോഴും മഴയുണ്ടോ? മാവുങ്കാലിൽ വെള്ളക്കെട്ട് രാവിലെയൊക്കെ നമ്മൾ കണ്ട അതേ രീതിയിൽ തുടരുകയാണോ? അതുതന്നെയാണ്. മാവുങ്കാൽ ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോഴും ഇവിടെ വെള്ളക്കെട്ട് തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏറ്റവും വലിയ ആശങ്ക. ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ വലിയ ആശങ്കയിലാണ്. കാരണം ഇവിടെ ദേശീയപാതയിലെ അശാസ്ത്രീയത ആരോപിച്ചാണ് ഇവിടെയുള്ള ആളുകളെല്ലാം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡ്രൈനേജ് സംവിധാനം, അതിൽ കൃത്യമായ ഡ്രൈനേജ് സംവിധാനം ഈ ഒരു ഭാഗത്ത് ഇല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള ആളുകൾ ആരോപിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് ഇപ്പോൾ BJP പ്രവർത്തകരുടെ അടക്കം ഉപരോധം ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നു. ഈ ഒരു മെഗാ കൺസ്ട്രക്ഷനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ ആരോപിക്കുന്നത്. എന്തായാലും ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിച്ചറിയുന്നുണ്ട്. ചേട്ടാ, വലിയൊരു പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇപ്പോൾ ഒരു വെള്ളക്കെട്ട് തന്നെയാണ് ഈ ഭാഗങ്ങളിൽ. ഇത് കഴിഞ്ഞ 3 വർഷമായി ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ കമ്പനിയുടെ ഉദ്യോഗസ്ഥരെ ഈ കാര്യം ബോധ്യപ്പെടുത്തിയാണ് ഇവിടെ പരമ്പരാഗതമായി ഇതിലെ പോകുന്ന ഡ്രെയിനേജ് അടച്ചുകൊണ്ടാണ് ഇവർ ഈ പണി നടത്തിയിരിക്കുന്നത്. അപ്പോൾ ശാസ്ത്രീയമായി ഇതിനെ വലിയ തോതിൽ വെള്ളം പോകുന്ന ഇതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശാസ്ത്രീയമായ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ. നിങ്ങൾ കണ്ടില്ലേ, ഈ മാവുങ്കാൽ ടൗണിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ കടക്കകത്തേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ മുട്ടോളം വെള്ളമാണ്. അപ്പോൾ ഇത്രയും അശാസ്ത്രീയമായ ഈ നിർമ്മാണത്തിലെ ഇത് ചൂണ്ടിക്കാണിച്ചാണ് ഞങ്ങളിവിടെ ഗുരാവ് നടത്തുന്നത്. രാവിലെ കളക്ടർ ഇതുവഴി പോയിരുന്നു. കളക്ടറെ ഞങ്ങൾ വിവരം അറിയിച്ചു. കളക്ടർ ഇത് കണ്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം തഹസിൽദാർ ഏർപ്പാട് ചെയ്തു. പിന്നെയും ഞങ്ങൾ ഉപരോധം തുടർന്നപ്പോൾ ഈ മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ജനറൽ മാനേജർ ശ്രീ ഭാസ്കർ അദ്ദേഹം വന്ന് ഞങ്ങളോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അദ്ദേഹം ഇതിന് പരിഹാരം കണ്ടെത്താമെന്ന് പറഞ്ഞു പോയിരിക്കുകയാണ്. പക്ഷേ പരിഹാരം കണ്ടെത്തുന്നവരെ ഞങ്ങൾ ഉപരോധം തുടരും. ഇതിന് എന്നേക്കുമായി ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തി ഈ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കിക്കൊണ്ട് റോഡ് നിർമ്മിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. വെള്ളം കയറിയ സാഹചര്യം തന്നെയാണല്ലേ, വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും വലിയൊരു ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ പലതവണ മെഗാ കൺസ്ട്രക്ഷൻ്റെ അതുപോലെ തന്നെ NHAയുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇവിടെ പരിശോധന നടത്തി പോയതാണ്. പക്ഷേ യാതൊരു ഫലവുമില്ല. ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയുന്നതല്ലാണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഇത് ജനങ്ങൾ, അതായത് സർക്കാരിന് എതിരായി തിരിച്ചുവിടുന്ന ഒരു നടപടിയിലേക്കാണ് മെഗാ കൺസ്ട്രക്ഷൻ കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത്.